Swami, come! Swami! By land is meant the material and the force which nature gives freely for man's aid, in land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this widest sense, land includes all kinds of natural resources such as coal and metal ore and farm, fishing grounds. ഒരുമാതിരി കോപ്പറവാണ് കാണിക്കില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ പോ. എന്നാ ക്ലാസ്? അല്ല അച്ഛൻ ഇത് എന്നാ വായിച്ചാ? അവിടെ കിളച്ചത് വാതി, വേച്ചത് വാതി, കന്നുകാലിക്കാണെ കുളമ്പ് തീനം, സൊസൈറ്റിക്കാരൻ കാശ് തന്നിട്ടില്ല. കറവക്കാരൻ ലൂക്കായ ചെന്ന് വിളിച്ചപ്പോ അത് വേറെ കുറിച്ച്. ഇയാളേതാ? സാറെന്ന് പഠിപ്പിച്ചേട്ടാ, ഞങ്ങൾക്ക് ഇച്ചിരി പറയാനുണ്ട്. അല്ല അറിയാമല്ല ഞാൻ ചോദിക്കുക, കതിരെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ വന്നത് എന്നാ അസുഖത്തിന്റെയാ? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്. എടാ നോക്കാനെ വലിയ വകുപ്പടിക്കാതെ വിട്ടോ. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട. കള്ളിച്ചിരി കൂടുതലല്ലേ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. Hi. I am Swaminathan. They call me Swami. In the class today. പോയില്ല. Oh, good. Would you like to have an ice cream? ഒന്നും വേണ്ട. പറ്റില്ല. ഒരു ഐസ്ക്രീം. സ്വാമിക്ക് ഫ്രണ്ട്ലി ഫീലിംഗ്സ് ഉണ്ടായി കയറി പരിചയപ്പെടും. ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. അത് പതിവാ. കഴിക്കണം. മാനേജർ, ബ്രിങ് വൺ ഐസ്ക്രീം. കഴിക്കൂ. Nice. ആരാ? ജോണി ഉണ്ട്. എവിടുന്ന? ഒന്ന് വിളിക്കൂ. ആര് വന്നിരിക്കുന്നെന്ന് പറയണം. ആ പുറപ്പെടാം. ഓ ഞാൻ വരുന്നു. ഞാൻ കാറിലിരിക്കാം. എങ്ങോട്ടാ? ഞാനൊരു സ്ഥലം വരെ പോവാ. നാളെ ഈവനിങ്ങേ വരൂ. എങ്ങോട്ടാന്ന് പറ. പുള്ളിയുടെ ഒരു കാര്യത്തിനാ. പുള്ളി ഏതാ?
സിറ്റിയിലോട്ടാണെങ്കിൽ കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണമെന്നില്ല, ഞാനൊരു ഓട്ടോയിൽ. കമോൺ, ഐ ഡ്രോപ്പ് യു. കമോൺ, ഗെറ്റ് ഇൻ. ഇവിടെ വന്നിട്ടുണ്ടോ? നോ. ഇറങ്ങും, ലെറ്റ്സ് ഹാവ് സംതിങ്. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും. ഞാൻ ബാങ്കിൽ പോവാണ്. അതിന് ടൈം ഇനിയുണ്ട്. ഗെറ്റ് ഡൗൺ. ബോബി, നിന്നെ തിരികെ ഇറക്കുകയായിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം വെച്ചാ പറ. സെക്കൻഡ് ഡീസിലെ ഹാഷിമില്ലേ, അവനാ പറഞ്ഞത്. വൈകുന്നേരം വരെ ചാന്ദിനി സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു ബാക്ക് സ്പ്രിങ്ങിൽ. ടെൻഷൻ അടിക്കണ്ട. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് അവൾ ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞേ. ഏതായാലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ആ റാസ്കൽ സ്വാമി ആയതുകൊണ്ടാ പേടി. ആനി ജോണും ഇതുപോലെ. Shut up. എന്താ ബോബിക്ക് പറ്റിയത്? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്താ നിനക്ക് അവനുമായുള്ള കണക്ഷൻ? ഒന്നുമില്ല ബോബി, എന്നെ മനസ്സിലാക്ക്. ഒരേ കോളേജ് പഠിക്കുന്നവരല്ലേ? ഇന്നലെ മുഴുവൻ നീ അവന്റെ കൂടെ റെസ്റ്റോറന്റിലല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിച്ചു പോയതൊന്നുമല്ല. സമയം ഒരുപാട് വൈകിയെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. ഇനി പോവില്ല ബോബി. ചാന്ദിനി നിനക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, കം, ക്ലാസ്സിലേക്ക് പോവാം. നോ, ഫിനിഷ് യുവർ ഐസ്ക്രീം. വേണ്ട. നോ, കഴിക്കേ. കഴിച്ചില്ല? ഞാൻ എന്റെ പൊസസീവ്നെസ് അതുകൊണ്ടാണ് എന്തൊക്കെയോ ബഹളം വെച്ചത്. മതി, കൊള്ളില്ല. Yes, please. ഐസ്ക്രീം. വേറെ? ഇത് വേണ്ട, വേറെ തരൂ. ഇപ്പൊ ഇതേ സ്റ്റോക്കുള്ളൂ. ഇതല്ല, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. സോറി. ഹലോ, can I help you? ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട. അന്ന് ഞാൻ സ്വാമിയുടെ കൂടെ വന്നപ്പോൾ കഴിച്ച ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇതിനില്ല. ഐ വാണ്ട് ദാറ്റ് ഐസ്ക്രീം. It's not available now. പ്ലീസ്, ഒരെണ്ണമെങ്കിലും തരണം. Sorry, I can't help you. നാളെ വരൂ. എന്താന്നറിയില്ല, ചാന്ദിനി കഥ തുറക്കണില്ല. ചാന്ദിനി, ധൈര്യം വിടാതെ, അച്ഛനില്ലേ കൂടെ? അവക്കൊന്നുമില്ലടാ. ദ സെയിം കേസ്, ഡ്രഗ്സ്. ആ പെൺകുട്ടി സ്ഥിരമായി മയക്കുമരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോ വിത്ഡ്രോൾ സിംറ്റംസ് കാണിക്കുകയാണ്. ബട്ട് ഡോക്ടർ, ഈ കുട്ടി ആ തരത്തിൽപ്പെട്ടതല്ല. ആരും കണ്ടതായി പറയുന്നുമില്ല. ഹോസ്റ്റലേഴ്സോ റൂംമേറ്റ്സോ ആരും. നോക്കൂ മിസ്റ്റർ, ആ കുട്ടിയുടെ ശരീരത്തിൽ
മയക്കുമരുന്നുകൾ ചെല്ലുന്നതായി ഡയഗ്നോസിസ് റിപ്പോർട്ട്സ് കാണിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടാവാം, ചിലപ്പോ ആ കുട്ടി പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാവാം. ക്രാക്ക് എന്നു പേരുള്ള ഒരുതരം മയക്കുമരുന്നുണ്ട്. 1 or 2 തവണത്തെ ഉപയോഗം ഒരാളെ അതിന് അഡിക്റ്റ് ആക്കും. ഐ തിങ്ക് ഷി ഹസ് ട്രൈഡ് ദാറ്റ്. എന്റെ പൊന്ന് സാറേ ചതിക്കരുത്. വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാ. ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്ന് കലർത്തി പെമ്പിള്ളേർക്ക് കൊടുത്തിട്ട് വേണോടാ അതിന്റെ വയറ്റിപ്പഴപ്പ്. ഇന്നത്തോടെ നടത്തണ ഈ ബിസിനസ് അല്ലെങ്കിൽ അയ്യോ സ്വാമി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല സ്വാമി. സാർ പോലീസിനെ വിളിക്കണം. ക്യാമ്പസിനകത്ത് പോലീസിനെ കയറ്റാൻ പാടില്ല സ്വാമി. ഇനി ഈ ക്യാമ്പസിനകത്ത് ആ വിഷം വെക്കാൻ കൊണ്ടുവന്ന അരിഞ്ഞു തന്നെ ഞാൻ പട്ടിക്കെറിഞ്ഞു കൊടുക്കും. മനസ്സിലാക്കണം?
ചാന്ദിനിക്ക്? ആ ഏതോണ്ട് ബോബിയുടെ കാര്യം അവനാകെ തകർന്നിരിക്കുക. അവളുടെ പേരൻസിനെ അറിയിച്ചെന്നല്ലേ പറഞ്ഞത്? ആ അവര് നാളെ മറ്റന്നാളെ എത്തും. അച്ഛനെ പ്രിൻസിപ്പൽ തിരക്കുന്നു. വരട്ടെ. പ്രധാനപ്പെട്ട 2 ന്യൂസ് ഉണ്ട് പറയാൻ. ഒന്നൊരു സാഡ് ന്യൂസ്, മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ്. സാഡ് ന്യൂസ്, തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഗ്ലാഡ് ന്യൂസ്, ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു. സാർ തന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിന്നതിന്റെ പ്രതികാരം തീർത്ത മാനേജ്മെന്റ്. അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. അതിനെനിക്ക് മനസ്സില്ല. കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുണ്ടോ ധാരാളം. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരിത്, അത്രേ ഉള്ളൂ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? രാജിവെക്കാൻ സാർ ഉറച്ചോ? പിന്നെ അതാടോ നല്ലത്. 2 ആഴ്ച കൂടെ ഞാനിവിടെ കാണും. നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം. പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ശരിയാ സാറേ, പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവസാന കാലത്താ കണ്ടതെങ്കിലും താനൊരു റിലീഫായിരുന്നു.